90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. വന്നല്ലോ ഞങ്ങൾ എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയുടെ ഈ പാട്ട് വന്നതോടെ ഇത് വൈറലായി. വരാത്ത ചാനലില്ല, വരാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇല്ല. മഞ്ജു ചേച്ചി യു ആർ സച്ച് എ റോക്ക് സ്റ്റാർ ഇൻ ഇറ്റ്. സൂപ്പർ, വി ലവ് യു. കൊറോണ കഴിഞ്ഞിട്ട് ഇത്രയും പരന്നൊരു സാധനമില്ല. താങ്ക് യു. അപ്പൊ ഇനി എനിക്ക് ഞാനിവിടെ ഇത് നല്ല കംഫർട്ടബിൾ പൊസിഷൻ ആട്ടോ പിഷു. ഇവിടെ ഇരുന്ന് ആങ്കർ ഇരുന്ന് ചെയ്തു. അതെ, എന്നെ അവനൊന്ന് തല്ലിക്കൊല്ലും. ഹസ്ബൻഡ്സ് സുഖമാണോ എല്ലാവർക്കും? സുഖം സുഖം. എന്തൊക്കെയുണ്ട് ഇന്ന് ഈ വർഷത്തിൽ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ 2021? പെട്ടെന്ന് പറ. അല്ല, നിങ്ങളുടെ ഇപ്പൊ ഇത്ര എപ്പിസോഡുകളൊക്കെ ടെലികാസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ആരാധികമാരുടെ എഴുത്തുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. വിനുവിന് ഇന്നലെ 11:30 ആയപ്പോ വന്നെന്നാ പറഞ്ഞേ. കിഷോറിന് എന്താ ആരാധികമാർ എന്താ എഴുതുന്നേ? നല്ല സൗണ്ട്, കാണാൻ കൊള്ളാവുന്ന ചേട്ടൻ. സോണിക്ക് എന്താണോ പറയുന്നേ? അത് ഞാനായിരുന്നു നിങ്ങൾക്കിട്ട മെസ്സേജ്. എന്റെ പരസ്യം ഞാൻ തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥ. പിഷു വെൽക്കം. നമസ്കാരം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ, ചെന്നിട്ട് വരൂ. വെൽക്കം ടു Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് പ്രസൻസ് സ്ക്വാഡ് ഫ്ലോർ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കടക്കുന്നത് നമ്മളുടെ എന്റെ അമ്മ എന്ന് പറഞ്ഞ സെഗ്മെന്റിലേക്കാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സെഗ്മെന്റ് പോണതെന്ന് അറിയാം. സോ സമയം കളയാതെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബാലു വരൂ, ഹരിത വരൂ വരൂ. എന്താണെന്നറിയില്ല, ബാലുവിന്റെ മുഖത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിഷാദം, ആ പഴയ സന്തോഷമില്ല പിഷു. അല്ല, അത് പുള്ളി എപ്പോഴും അങ്ങനെയാ. എപ്പോഴും അങ്ങനെയാണോ? അല്ലാതെ ബാലു ഇവിടെ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെറിയൊരു സാധനം ഉണ്ട്. എന്നാലും ചില ആംഗിളിലൊക്കെ വേണമെങ്കിൽ ടി രാജേന്ദ്രനുണ്ട്. മറ്റേ സിംബൂസ് ഫാദർ. ഓ യെസ്. ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ജയിപ്പിക്കാം അല്ലേ? അദ്ദേഹം പാട്ടൊക്കെ പാടും. അദ്ദേഹം എന്താ ചെയ്യാത്തെ? ഒരു ദിവസം നമുക്ക് ബാലുവിന്റെ വക ടി രാജേന്ദ്രൻ ഒരു ഡപ്പ് പെർഫോമൻസ്. ഏതൊരു സ്പീച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. തകർപ്പൻ ഒരു സാധനം. വിജയനെ പുകഴ്ത്തി ഒരെണ്ണം. പലതും ചെയ്യും. എല്ലാരും കണ്ടിട്ടുണ്ട്. ഹരിത സുഖല്ലേ? സുഖമായി, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അമ്മ നമസ്കാരം. ഇന്ന് അമ്മയെ കുറിച്ച് ബാലു, ഹരിത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കും വീട്ടിലിരിക്കുന്ന പ്രേക്ഷകർക്കും പറഞ്ഞു തരാൻ പോവാണ്. അതല്ല, ബാലുവിന്റെ അമ്മയെ കുറിച്ചും ബാലുവിന്റെ വീട്ടുകാരെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. വെരി ട്രൂ. ഇനി എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതെ, റൗണ്ടുകൾ മുന്നോട്ട് പോവാണല്ലോ. ഇനി എന്ത്, അതാണ് ചോദ്യം. ലെറ്റ്സ് വാച്ച്. അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മയുടെ വീട്ടിൽ അമ്മയ്ക്ക് 4 ചേച്ചിമാരും ഒരു ഏട്ടനുമാണ്. അപ്പം 4 പേരും നല്ല സ്ഥിതിയിലാണ്. അപ്പം അമ്മയാണ് ഏറ്റവും ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അമ്മ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ട് വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. 1 മാസമേ അവിടേക്ക് വിട്ടുള്ളൂ അമ്മമ്മ പറഞ്ഞു, ഇനി നീ പഠിക്കാനൊന്നും പോകണ്ട, നിന്നെ ഒരു വീട്ടിൽ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയാണ് പറഞ്ഞിട്ട് നേരെ വയനാടുള്ളൊരു വലിയ തറവാട്ടിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേനെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വിടുന്നത്. അവിടെ പോയി കഴിഞ്ഞ് അമ്മേൻ്റെ യൗവനം മുഴുവൻ അവിടെയായിരുന്നു. അങ്ങനെ അമ്മേൻ്റെ 22ാമത്തെ വയസ്സിലാണ് അമ്മേനെ ആ വീട്ടിൽ നിന്ന് അമ്മമ്മ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഒരു കല്യാണാലോചന വന്നു. കല്യാണാലോചന ഉറപ്പിച്ചു. അപ്പം നാട്ടിലുള്ള ആൾ തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. കാരണം ആൾക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആൾ അമ്മേനേക്കാളും ഭയങ്കര പ്രായത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അച്ഛൻ നാട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ അതിലും വലിയ രസമാണ്. അച്ഛൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നാട് വിട്ട ആളാണ്. അച്ഛൻ്റെ അമ്മയുടെയും വീടുകൾ തമ്മിൽ അത്ര ദൂരമില്ലാത്തതുകൊണ്ട് എപ്പോഴും കാണുന്ന ആളുകളാണ്. അങ്ങനെ അമ്മ ഒരു ദിവസം പുല്ലരിയാനൊക്കെ പോയ സമയത്ത് അച്ഛൻ വീടിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അമ്മമ്മ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മമ്മേൻ്റെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പം അമ്മമ്മ പറഞ്ഞു, ആ മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇന്ന ആളാണ് വരുന്നൊക്കെ പറഞ്ഞപ്പം അച്ഛൻ ഏകദേശം അറിയാം നാട്ടിലത്തെ ആളുകളൊക്കെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അയാൾക്ക് അസുഖമൊക്കെ ഉള്ള ആളല്ലേ, വേണമായിരുന്നോ? മോളുടെ നല്ലൊരു ലൈഫല്ലേ, അവൾക്ക് ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, ഇത് പ്രായം കൊണ്ടും കൂടുതലാണ്, ആൾക്ക് അസുഖമുണ്ട്, അപ്പം എന്തിനാണ് വെറുതെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ വെച്ചു.
അപ്പോൾ ഈ അമ്മമ്മ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സ്ട്രോങ് ആണ്. അമ്മമ്മയ്ക്ക് അമ്മമ്മേനെ ആരും എതിർക്കുന്നത് അല്ലെങ്കിൽ അതിപ്പോൾ നല്ല കാര്യത്തിനായാലും ചീത്ത കാര്യത്തിനായാലും അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമ്മമ്മ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡാണ്. അമ്മമ്മ നല്ല രീതിയിൽ അച്ഛനെ വഴക്ക് പറഞ്ഞു. അപ്പം അച്ഛനാണ് വെച്ചാൽ അതിലും വലിയ ഷോർട്ട് ടെമ്പേർഡാണ്. മൂക്കത്ത് ചുണ്ടിന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അച്ഛനെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കായി. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് പകുതി വഴി ആയപ്പോഴാണ് അമ്മ ഈ പുല്ലും കെട്ടൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, നീ ഒന്ന് എൻ്റെ കൂടെ വാ, ഒരു കാര്യം പറയേണ്ട, അർജൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്താ, നോർമലി നാട്ടിൽ വന്ന ഒരാളാണ്, അറിയുന്ന ആളാണ്. അമ്മ ആ പുല്ലും കെട്ട് അവിടെ ഇട്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി, അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛൻ്റെ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ ഇഷ്ടമില്ലാണ്ട് കല്യാണമൊന്നും നടക്കില്ല, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ട, ഞാനും വേറെ ആളും കൂടെ വരാം, സപ്പോർട്ടിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ആ ഒരു റൂട്ടിലാണ് നോക്കിയത്. പക്ഷേ അമ്മമ്മയ്ക്ക് അപ്പോഴേക്ക് ദേഷ്യം വന്ന് അമ്മമ്മ പറഞ്ഞു, എൻ്റെ മോള് പരമേശ്വരൻ്റെ കൂടെ പോയി, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു മോളും ഇല്ല, എനിക്കിനി അങ്ങനത്തെ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പ്രണയിക്കാത്ത അച്ഛനും അമ്മയും തമ്മിൽ കല്യാണം കഴിക്കേണ്ടി വരികയാണ്. കാരണം അമ്മയ്ക്ക് വേറെ പോകാൻ വഴിയില്ല. എത്ര ദിവസം കല്യാണം കഴിയാതെ ഒരാളുടെ വീട്ടിൽ നിൽക്കും, ഒരു രക്ഷയില്ല. അപ്പം പിന്നെ എന്താ പറയുക, നിർബന്ധിതമായി കല്യാണം കഴിക്കാൻ. അച്ഛൻ ഹോമിയോപ്പതി പഠിച്ചതാണ്. അച്ഛൻ രാവിലെ കഴിഞ്ഞ് അച്ഛൻ്റെ മരുന്നിൻ്റെ ബോക്സുമായിട്ട് അച്ഛൻ ഇറങ്ങും. അവരൊക്കെ പോയി ചികിത്സിക്കും. പക്ഷെ അച്ഛനൊന്നും വാങ്ങില്ല, ഒരു പൈസ പോലും അവരെ കയ്യിൽ നിന്ന് വാങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും അച്ഛൻ ഡോക്ടർ പരമേശ്വരനാരെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ്. പക്ഷേ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര പട്ടിണിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നാൽ ആര് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന് അച്ഛന് നിർബന്ധമാണ്. അപ്പോൾ വീട്ടിൽ ചിലപ്പം ഫുഡ് ഞങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള ഫുഡാണെങ്കിലും അച്ഛൻ എന്താ പറയുക, എനിക്ക് കഴിക്കാനുള്ളത് അവർക്ക് കൊടുത്തേക്ക്, കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് അതും പറ്റില്ല. അപ്പോൾ അമ്മ പല സമയത്തും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗോതമ്പ് പുഴുങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അരിയും ഗോതമ്പും മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട്. ചില സമയത്ത് ആഹാരം കൂടെ ഉണ്ടാവില്ല, കാരണം ഉള്ള ആഹാരം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ അമ്മ ചോദിക്കുന്ന, ഞാൻ പണിക്ക് പൊക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ ജീവിച്ചിരിക്കുക അമ്മേനെ പണിക്ക് പറഞ്ഞയക്കുന്ന അച്ഛന് ഇഷ്ടമല്ല. എന്നാൽ വീട്ടുജോലിക്കോ അല്ലെങ്കിൽ പറമ്പിൽ പണിക്കോ അല്ലെങ്കിൽ ഞാറ് നടാനോ അങ്ങനെ ഒത്തിരി അന്ന് വർക്കുകളുണ്ട്. പക്ഷേ അച്ഛന് അമ്മ കഷ്ടപ്പെടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് വിടില്ല. അപ്പം ദുരിതമാണ്, എന്നാൽ ഒരു പണിക്കും പോകാനും വയ്യ, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ അസുഖം കൂടി വന്ന് അച്ഛൻ അങ്ങനെ മരിക്കുകയാണ്. അച്ഛൻ മരിക്കുമ്പോൾ ഒത്തിരി കടങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കൊരു കൂട്ടായിട്ടുള്ളത്, വേറെ ആരുമില്ല. ഓൾറെഡി ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാവുകൊണ്ട് എല്ലാവർക്കും ഏറ്റെടുക്കാനൊരു ബുദ്ധിമുട്ടും. അങ്ങനെ പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ ഇല്ല, തൊഴിലവസരങ്ങൾ കൂടുതൽ ലേഡീസിനില്ല, ഒന്നുമില്ല. അപ്പം അമ്മയ്ക്ക് ആകെ അറിയുന്നത് 4ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അത് വെച്ചിട്ടൊരു ജോലിയും കിട്ടില്ല. അപ്പം വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വീട്ടുജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ ചോദിച്ചു, എന്നാൽ ഞങ്ങൾ 2 വീടാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പോരുമോ ചോദിച്ചു. ആ ശരി പറഞ്ഞിട്ട് അങ്ങനെ അമ്മ 2 വീട്ടിൽ പോയി തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ ഗ്രാജുവലി 2, 3, 4, 5 അങ്ങനെയായി. അമ്മയുടെ ലൈഫ് അമ്മ മൊത്തം ബാക്കിയുള്ള വീട്ടിലെ അടുക്കളയുടെ പുറത്തായിരുന്നു അമ്മയുടെ ലൈഫ് മൊത്തം ഉള്ളത്. അമ്മ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കല്യാണം അല്ലേ ആ സമയത്ത്? തലയിലെടുത്ത് യോഗം എന്നൊക്കെ പറയില്ലേ, അതെ. അതേമാതിരിയായി. ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ടാ പോയത്. അപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു, നീ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് കിടക്കണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു മോളില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ എങ്ങനെ തീരുമാനിച്ചു? അങ്ങനെ പിന്നെ അമ്മ ഇത് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് പോരാനും വയ്യല്ലോ. പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചു. രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചു. അത് 22ാമത്തെ 24 ഞാൻ മോളെ പ്രസവിച്ചത്. ആക്ച്വലി അച്ഛന് മാരേജ് ലൈഫിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, സ്പിരിച്വൽ ആയിരുന്നു അച്ഛന് താല്പര്യം. തീർച്ചയായിട്ടും. പക്ഷെ ഇവരുടെ ലൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടും ആദ്യത്തെ ഒരു 2-3 വർഷം അച്ഛനൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു മാരേജ് ലൈഫ് ഇഷ്ടപ്പെടാത്ത ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അത് നിർബന്ധിതമായിട്ട് കല്യാണം കഴിക്കേണ്ടി വരുമ്പോൾ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ആ സമയത്തൊക്കെ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. ഒന്നിനും പുറത്തേക്ക് എവിടെയും പോകാൻ സമ്മതിക്കില്ല. ഇതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, കല്യാണം കഴിച്ചപ്പോൾ അച്ഛനൊട്ടും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരമ്മ, പിന്നെ അച്ഛന്റെ മരണശേഷം ഇത്രയും അധികം ജോലി ചെയ്ത്, പിന്നെ അച്ഛൻ മരിച്ചതിന്റെ ശേഷം പിന്നെ ഞാൻ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ. 2 മക്കളല്ലേ? അല്ല 3 3 പേര്.
പിന്നെ ഇവനന്ന് ചെറിയ കുട്ടിയാണ്. രണ്ടാമത്തെ മോള് 9ാം ക്ലാസ് പഠിക്കുകയാണ്. അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ എത്ര വയസ്സിലാണ് മറ്റു കുട്ടീനെ നോക്കാൻ പോയത്? 6ാം ക്ലാസ്സിൽ. അത്രയും ചെറുപ്പത്തില് അമ്മ 11-12 വയസ്സ് മാക്സിമം. ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് നല്ല പ്രായം മുഴുവൻ അമ്മ ആ വീട്ടിലായിരുന്നു. അത് വേറെ സ്ഥലത്തായിരുന്നു. വേറെ സ്ഥലത്ത്. ഓക്കെ. അപ്പൊ അമ്മയുടെ മൂത്ത സഹോദരങ്ങളില്ലേ, അവരൊക്കെ പഠിക്കായിരുന്നോ? അധികം അമ്മ കാര്യം പഠിപ്പിച്ചല്ലോ. ഒക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് 1.5 വയസ്സായപ്പോ എന്റെ അച്ഛൻ മരിച്ചിരുന്നു. ആണല്ലേ? പിന്നെ ചേച്ചി 4ാം ക്ലാസ് കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം നന്നായിട്ട് വായിക്കാൻ പറ്റും. അമ്മ സ്മാർട്ട് ഫോൺ നമ്മളെക്കാളും അടിപൊളിയായിട്ട് യൂസ് ചെയ്യും. യൂട്യൂബിൽ കയറിയിട്ട് എല്ലാ സീരിയലും കാണും. അമ്മ ഇൻസ്റ്റഗ്രാമിലുണ്ടോ? ഇൻസ്റ്റഗ്രാമിലില്ല. ഇല്ല. എന്നാ നമുക്ക് തുടങ്ങേണ്ടി വരും. അതിന് കാരണമുണ്ട്. അമ്മ ഭയങ്കര പോപ്പുലർ ആണ്. അത് മാത്രല്ല അമ്മ വളരെ മോഡേൺ ചിന്താഗതിയാണ്. അതായത് ഇപ്പം അമ്മയ്ക്ക് ഇപ്പോ എന്താ ഒരാളിപ്പോ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ആൾക്ക് കംഫർട്ട് ആണെങ്കിൽ ഇട്ടോട്ടെ. ഇപ്പം ഹരിതയ്ക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത്. അമ്മ ഇത്രയും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെയല്ല, നിനക്ക് കംഫർട്ടാണോ നീ ഇട്ടോ, ജീൻസോ ടോപ്പോ സാരിയോ ചുരിദാറോ ഒരു കുഴപ്പമില്ല. നിനക്ക് മുടി കളർ ചെയ്യണോ കളർ ചെയ്തോ, ടാറ്റു ചെയ്യണോ ടാറ്റു ചെയ്തോ. പണ്ട് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. പല പെൺപിള്ളേരും കല്യാണം കഴിച്ച് പോണ വീട്ടിലോട്ട് ഒരു ജീൻസ് ഒക്കെ കൊണ്ടുപോകും. പിന്നെ ആകെ ഒരു 6 മാസം കഴിഞ്ഞ് ഇവര് 3 ടൂർ പോകുമ്പോഴാ ജീൻസ് അർത്ഥം മാത്രമേ ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും. തിരിച്ച് പിന്നെ എടുത്ത് വെക്കും. അങ്ങനെ മടക്കി വെച്ച ജീൻസുകൾ ഒരുപാടെണ്ണം കേരളത്തിലെ പല അലമാരകളിലും അന്ന് കാലത്ത് ഇരുന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. നമ്മുടേതായിട്ടുള്ള കുറച്ച് കോമഡി ഒക്കെ ഉണ്ട്. ഞങ്ങള് വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചില കോപ്രായങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അമ്മേനെ മുടിവ് കെട്ടിക്കൊടുക്കും, കണ്ണെഴുതി ഞങ്ങളുടെ കയ്യിലൊരു സാധനമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്കൊന്ന് കണ്ടാലോ? ഞാൻ അങ്ങനെ കോളേജ് കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ ഒരു സൗണ്ടും കേൾക്കണില്ലേ. വാതിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ അമ്മ സോഫയിൽ ഇരിക്കുന്നുണ്ട്, ബാലേട്ട അവിടെ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മൾ പണ്ട് മാളൂട്ടി സിനിമയില്ലേ, മാളൂട്ടി സിനിമയിൽ മാമാട്ടിക്കുട്ടി ഇങ്ങനെ കെട്ടുമല്ലോ, ഉണ്ടേക്കിട്ട് മുടി. അങ്ങനെ കെട്ടിയിട്ട് നോക്കുമ്പോൾ അമ്മയുടെ സെറ്റ് മുണ്ടിനെ എടുത്തത് ഇങ്ങനെ മാമാട്ടിക്കുട്ടികളെ ഇങ്ങനെ കെട്ടി വലിയ വട്ട പൊട്ടൊക്കെ തൊട്ട് റിബൺ കൊണ്ടാണ് ഇങ്ങനെ കെട്ടണതേ. ഉണ്ടേക്കിയിട്ട് ഇങ്ങനെ അഴിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടേക്കി കെട്ടി വലിയൊരു വട്ടപ്പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവലെന്താ സംസാരിക്കാതെ ഞാൻ കണ്ടിട്ട് പറയണ അഭിപ്രായം. ബാലേട്ട ആദ്യം പറഞ്ഞ എൻ്റെ എക്സ്പ്രഷൻ കാണൂലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചേരം ഇങ്ങനെ അന്തം വിട്ടു. അപ്പൊ അമ്മ ഒരു വളരെയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു അമ്മയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കഴിഞ്ഞൊരു എപ്പിസോഡിലെ ഒരു ഭയങ്കരമായിട്ട് അമ്മക്ക് അറിയണ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അത് ആൾക്കാർ എത്ര ലക്ഷോപലക്ഷം ജനങ്ങളാണ് അമ്മ അത് കണ്ടത്. അത് ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് ജനങ്ങളുടെ സ്നേഹം. കാരണം വെച്ചാൽ എല്ലാവർക്കും അമ്മേനെ ഒത്തിരി കാര്യമാണ്. ഇവന്റെ ഫോണിക്ക് വരും ഇങ്ങനെ അമ്മയെ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അറിയും. അപ്പൊ എന്നൊക്കെ കേൾക്കണം എന്ന് പറയും. അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഞാനും അവനും കൂടി ഇരുന്നിട്ട് ഇതെല്ലാം കേൾപ്പിച്ചു വരും. ഇതൊക്കെ കേട്ടപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷമാകും. അപ്പൊ ഞാൻ എല്ലാരോടും പറയും ഒക്കെ ഇന്നിങ്ങനെ പറഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും കാണാൻ അവരെന്നെ പറയും അമ്മേനെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് വേണ്ടി അമ്പലത്തിൽ വേണ്ടിയിട്ട് അതിപ്പോ കണ്ണൂരിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് ആദ്യമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു ദിവസം കൂടി വിളിച്ചു, അമ്മയുടെ പേരും നാളും ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ വഴിപാട് കഴിക്കാൻ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അമ്മ കൊറേ കാലം ഇനിയും ജീവിക്കണം, ഞങ്ങൾക്ക് അമ്മേനെ കാണണം. അമ്മയുടെ പേരും നാളും ഒന്ന് പറഞ്ഞേ. പേര് കല്യാണി എന്ന്, നാള് കാർത്തികാന്ന്. കാർത്തിക. അപ്പൊ ഇനി കേൾക്കട്ടവരെല്ലാരും പോയി അമ്മയ്ക്ക് വേണ്ടി കൊറേ പുഷ്പാഞ്ജലിയും എല്ലാം ചെയ്തു. അതിക്ക് ഭയങ്കര സന്തോഷം. കൊറേ അമ്മ 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 എന്ന് വിളിച്ചിട്ട് കൊറേ മക്കളായി. അതിക്ക് ഭയങ്കര സന്തോഷം. ഇനിയുണ്ടല്ലോ നമ്മളുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടി. അടുത്തത് നമ്മളുടെ എനിക്കിഷ്ടപ്പെട്ട റൗണ്ടാ, ഭർത്താവ് അത്ര പോരാ. ഞാൻ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പഠിക്കാൻ വന്നതാണല്ലോ. അപ്പൊ ഈ ഭർത്താവ് അത്ര പോരാന്ന റൗണ്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭർത്താവിന്റെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഓൾറെഡി തുടങ്ങി. അപ്പൊ ഇന്നത്തെ ഭർത്താവ് എന്തുകൊണ്ട് അത്ര പോരാ എന്ന് പറയാൻ എത്തുന്നത് ഹെബയാണ്. ഇല്ലെങ്കിലും നിങ്ങളുടെ എന്തായിരുന്നു കഴിഞ്ഞത്? എൻഗേജ്മെന്റ്, ആ സാധനമാണ് കഴിഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞു. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സംസാരിച്ചു. ഒരുമിച്ച് താമസിക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി 5 months ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. സോ നൗ ഈ 5 മാസത്തിൽ ഭർത്താവ് അത്ര പോരാന്ന് പറയേണ്ടി വരും. അതെന്തൊക്കെ കാരണങ്ങളാണ് ആ 5 മാസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബിഗ്ഗസ്റ്റ് ടാസ്ക് ആണ് 5 months
ഐ നോ യു ഹാവ് എ ലൈഫ് ടൈം ടുഗദർ. പക്ഷെ ഇതിനൊരു നല്ല സൈഡും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, തുടക്കത്തിൽ തന്നെ നമുക്ക് അങ്ങ് പറഞ്ഞേക്കാം, തുടക്കത്തിൽ അങ്ങ് സോൾവ് ചെയ്ത് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തീരും. 10 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇപ്പൊ തന്നെ പറഞ്ഞാലും. അതെ, ബാക്കി എല്ലാവരും അങ്ങനെയാണ്. പുറകോട്ട് അന്ന് തുടക്കകാലം 2-3 വർഷം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ആ പൊസിഷനിലേക്ക് ഇടുന്നേ ഇല്ല. അപ്പൊ റിവാസ്, ആർ യു റെഡി ടു ഹിയർ ദിസ്? റെഡിയാണ്. അമ്മയ്ക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലേ? ഇല്ല, എന്നോട് കുറെ നേരമായിട്ട് നീ എന്താ പറയാൻ പോകുന്നത്? പക്ഷെ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അമ്മയുടെ കൂടെ തന്നെ കേൾക്കാം. ടെൻഷനുണ്ടോ? അത്യാവശ്യം ടെൻഷനുണ്ട്. റീനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, എനിക്കൊന്നും പറയാനുണ്ടാവില്ല. ഈ ഒരു റൗണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും നീ എന്തോന്ന് പറയാനാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. ബട്ട് ആസ് എ വൈഫ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, റീ എല്ലാത്തിലും പെർഫെക്റ്റ് ഹസ്ബൻഡാണ്. ഞാൻ ഇമാജിൻ, നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ ബിഫോർ മാരേജ് എങ്ങനെയുള്ള ആളാവണം, അതിനേക്കാളും എത്രയോ ബെസ്റ്റ് ഹസ്ബൻഡാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് ചില പോയിൻറ്റ്സ് 2-3 പോയിൻറ്റ്സ് എന്ന് പറയുന്നില്ല, 2-3 കാര്യങ്ങൾ അതുകൂടി റീ കറക്റ്റ് ചെയ്യാന്നല്ല, അതുകൂടി റീ ഒരു ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ റീ എന്താ പറയുക, ജെം ഓഫ് എ പേഴ്സൺ അങ്ങനെ ആവും. എനിക്കിങ്ങനെ ഒരു റൗണ്ട് വന്നതുകൊണ്ട് എനിക്ക് റീനോടത് പറയാൻ പറ്റി. ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് എന്നോടൊരു ദേഷ്യമൊന്നും തോന്നരുത്. മേ ബി ഞങ്ങൾ തമ്മിൽ കുഞ്ഞു ഫൈറ്റ്സേ ഉണ്ടാവുള്ളൂ, തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ ഫൈറ്റ്സ് മൊത്തം ഉണ്ടാവാറ് ആളെ പാവത്തരം കൊണ്ട് തന്നെയാണ്. എനിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആള് പാവല്ലേ, നിനക്ക് സുഖമല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ലൈഫിലോട്ട് ഇറങ്ങുമ്പം ആ ഒരു പാവം എന്നുള്ളത് ടാഗ് ഉടനീളം പോകുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. നീ കുറച്ച് ഓവർ ഇന്നസെൻ്റ് ആണ്. എനിക്ക് യു ആർ നൗ 28 years old. അപ്പം ആ ഒരു മെച്യൂരിറ്റി എനിക്ക് റീല് ആസ് എ ഹസ്ബൻഡ് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റീ ഇപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ് ഉപ്പാൻ്റെ അടുത്ത്. എനിക്ക് റീ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹസ്ബൻഡായി കാണണമെന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഫിനാൻഷ്യലി റീ ഉപ്പൻ്റെ അടുത്ത് ഇപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആഫ്റ്റർ ഓൾ എന്താ പറയുക, കല്യാണത്തിന് മുന്നേ ഉള്ള ആളല്ല, ഇപ്പോൾ ഒരു വൈഫുണ്ട്. ഇനിയിപ്പം നാളെ ഞാൻ പ്രഗ്നൻ്റ് ആണ് റീ, നമ്മൾ കൊച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ റീക്ക് ഉപ്പനെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റുമോ? ഞാനത് പറയാൻ കാരണം ആൾ ഈ പാവത്തരം കൊണ്ട് സാലറി പോലും ചോദിക്കില്ല. ഇപ്പം സ്വന്തമായിട്ട് ഫേമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷെ കൂടെയുള്ള ആളോട് ഈ സാലറി ചോദിക്കില്ല, കമ്പനിയിലാണെങ്കിലും. അപ്പോൾ ഈ പാവത്തരം എല്ലാവരും മുതലെടുക്കുകയാണ്, ആരോടും ഒന്ന് തിരിച്ച് റിയാക്ട് ചെയ്യില്ല. എനിക്ക് മേ ബി ഞാനായിരിക്കും റീക്ക് വേണ്ടി റിയാക്ട് ചെയ്യുക. എനിക്ക് ഉള്ളിൽ ടെൻഷൻസ് ഉണ്ടെങ്കിലും എന്തായാലും ടാസ്ക്, ഇപ്പം ഞങ്ങൾക്കൊരു സർവൈവൽ ടാസ്ക് കഴിഞ്ഞപ്പം എനിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ പറയും റീ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനും കൂടെ ടെൻസ്ഡായ റീ അവിടെ കൂടുതൽ ടെൻഷൻ കാണിക്കുകയുള്ളൂ. ടാസ്ക് കഴിഞ്ഞ ആളൊരു കരച്ചിലായിരുന്നു ലാസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പം. എന്തിനാണെന്നറിയില്ല, റീക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. റീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ആൾക്ക് എന്തെങ്കിലും വിഷമായോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ലൈഫിലേക്ക് വരുമ്പം കുറച്ചൊക്കെ അത് മാറ്റി വെക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിലാണ്, അപ്പം സെക്യൂരിറ്റി ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. റീൻ്റെ ഭാഗത്തൊരു പ്രശ്നവും ഇല്ല, ലൈക്ക് ഹി വാസ് ഡ്രങ്ക്. അപ്പം അയാൾ വെറുതെ റീനെ കൊണ്ട് ചൂടായിക്കൊണ്ടിരിക്കുക. സെക്യൂരിറ്റി വാസ് ഡ്രങ്ക്. റീ വെറുതെ അയാൾ അപ്പം എനിക്ക് റീനെ ചീത്ത പറയുമ്പം എനിക്ക് വിഷമമാണ്, ഞാനായിരിക്കും റിയാക്ട് ചെയ്യാം. അപ്പം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ റീ പറയും അവൾ കുട്ടിയാണ്, നിങ്ങളൊന്നും പറയണ്ട. ആ ഒരു ഇത് റീ ചില സമയത്ത് റിയാക്ട് ചെയ്യണം. റീ ഒന്ന് എതിർത്ത് സംസാരിക്കുക. റീൻ്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ റീക്ക് അത് ശരിയാണെന്നുള്ളതെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും പാവമായിട്ട് നിന്ന് എല്ലാവരും മുതലാക്കിയുള്ളൂ റീ. എനിക്കത് റീൻ്റെ അടുത്ത് കൺവേ ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യം. പിന്നെ റീ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി, എന്താ പറയുക, ഞങ്ങൾ ഹണിമൂൺ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ട്രിപ്പ് പോയപ്പം റീ വൊമിറ്റ് ചെയ്തു. റീ ഞാനത് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് പറയാം, നമ്മൾ നടന്ന കാര്യമല്ല എനിക്ക് പറയാൻ പറ്റൂ. റീ വൊമിറ്റ് ചെയ്തു.
ഹി വാസ് ലൈക്ക് വൊമിറ്റ് ചെയ്താൽ നമ്മൾ വെള്ളം കൊടുക്കണം, എനിക്ക് പറ്റില്ല. അങ്ങനെ റീക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഹെബ ഞാനത് ശരിക്കും തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഹെബ സോറി, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാൻ വൊമിറ്റ് ചെയ്യാറില്ല, എന്നെ വിട്ടിട്ട് പോകരുത്. അപ്പം കുഞ്ഞു ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ ആള് ഛർദിച്ചു ട്രിപ്പ് കഴിഞ്ഞ് മൂന്നാറിൽ പോയ റോഡ് വെഹിക്കിളിൽ വണ്ടിയിൽ പോകുന്നതിന്റെ അല്ല, ഞങ്ങൾ റിസോർട്ടിലെത്തി ലോങ് ഡ്രൈവ് വണ്ടിയിൽ പോകുന്നതിന്റെ അത് എല്ലാവർക്കും പറ്റുന്നതല്ലേ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി, ഞാൻ ഇങ്ങനത്തെ ആളല്ല, അത് എന്നെ വിട്ടിട്ട് പോകരുത്, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഛർദിച്ചത്. അപ്പോൾ ആൾക്ക് എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് സോറിയാണ്. സോറി ഹെവ, ആൾ ഇന്നസെൻ്റ് ആയത് കൊണ്ടാണ്. സോറി ഹെവ, താങ്ക് യു ഹെവ, ഇങ്ങനെ ഒരാളാണ്. പക്ഷേ എനിക്ക് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ. പെർഫെക്റ്റ് ആണ്. എനിക്ക് ഈ 1-2 കാര്യങ്ങൾ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ഇഷ്യൂ ആവരുതെന്ന് തോന്നിയോണ്ട് ഞാൻ ഇപ്പോൾ റീൻ്റെ അടുത്തോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് പറയാണ് ഐ ആം റിയലി സോറി ടു സേ എനിക്ക് ഒരിക്കലും ഇമോഷണലി ഒരു പ്രശ്നം വരുമ്പം റീനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക്, കാരണം റീ അത്രയും സെൻസിറ്റീവാണ്. ആൾ പെട്ടെന്ന് കരയും, ചെറിയൊരു പ്രശ്നം മതി, അപ്പം എനിക്കിത് ഫേസ് ടു ഫേസ് പറയാൻ പറ്റാറില്ല. മേ ബി ഞാൻ ഇവിടുന്ന് പറഞ്ഞു, എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല. ആള് കരഞ്ഞാലോ പെട്ടെന്ന് കരയും, ടെൻഷൻ തീരെ താങ്ങൂല ആൾക്ക്. അപ്പം ജീവിതത്തിലൊരു പ്രശ്നം വരികയാണെങ്കിൽ ഞാനത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. റീ കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ഓക്കെ ആവുകയാണെങ്കിൽ ഹീസ് ദ ബെസ്റ്റ്. റിവാസ്, ഹെബ ഈ പറഞ്ഞ കാര്യങ്ങൾ റിവാസ് കേൾക്കുമ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇരുന്ന ഹസ്ബൻഡ്സിൻ്റെ റിയാക്ഷനെ കാട്ടും കൂടുതൽ റിവാസിൻ്റെ മുഖത്ത് കണ്ടു. ബിക്കോസ് റിവാസ് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. റിവാസിന് എന്താണ് ഹെബ പറഞ്ഞ ഈ കാര്യങ്ങളോടുള്ള ഇനിഷ്യൽ ആദ്യത്തെ ഒരു റിയാക്ഷൻ? പറ. ഹെബ, ഇത് നിനക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി പറയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് ശരിക്കും ഇവിടെ ലൈക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടായിരുന്നില്ല അത് പറയാൻ. കുഞ്ഞു വഴക്കാണെങ്കിലും ഉണ്ടാവൽ എന്തിൻ്റെ ബേസിലാണെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. ഞാനിപ്പോൾ ബെറ്റർ ആവാൻ നോക്കുന്നുണ്ട്, ഞാനതിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹെബ, ഞാൻ ചെറുപ്പത്തിൽ മുതലേ ഒരു പാവമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെബ, നമ്മൾ ഇപ്പോൾ ഹെബ പറഞ്ഞു ഏജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 28. ഒരു 28 വയസ്സുകാരന് വേണ്ട അത്യാവശ്യം എന്താ അറിവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഓക്കെ ഹെബ, അപ്പോൾ ഈ പാവത്തരെന്ന് പറഞ്ഞ ഹെബ, ഞാൻ വീട്ടിലായിരിക്കാം അങ്ങനെ, എൻ്റെ വർക്കിൽ നിങ്ങൾ അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ വേറൊരു ഫേസ് ആയിരിക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, എൻ്റെ കൂടെയുള്ളവർ ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സോറിയോ അല്ലെങ്കിൽ ഒരു താങ്ക് യു എക്സ്ട്രാ അധികം പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ക്യാരക്ടറിൽ വന്നു പോയൊരു സംഭവമാണ്. അല്ല, അധികം പറയുന്നതല്ല റീ, വൈഫിൻ്റെ അടുത്ത് കുഞ്ഞു കാര്യങ്ങൾക്കും റീക്ക് പേടിയാണ് ഉള്ളിൽ, ഞാൻ വിട്ടു പോകുന്നത്. ഞാൻ വിട്ടിട്ട് എവിടെ പോവാനറിയ? ഞാൻ എവിടെയും റീനെ വിട്ടിട്ട് പോവില്ല. ഇല്ല ചേച്ചി, ആക്ച്വലി അന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഫസ്റ്റ് ട്രിപ്പ് ടുഗദർ. അപ്പോ ഇംപ്രഷൻ അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യോ ഞാൻ ഫിസിക്കലി വീക്ക് ആണോ എന്ന് വിചാരിച്ചു. ഫുഡ് പോയ്സൺ പോലെ ആയിരുന്നു അത്. അപ്പോൾ ഫുഡ് വാസ് അന്ന് ഫുഡ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അറിയാതെ വോമിറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ഹെബന്റെ കൂടെ. ആ ഗേളിനെ ഇംപ്രസ് ചെയ്യുന്നത് ഞാൻ വീക്ക് ആയി പോയി, എനിക്ക് മനസ്സിലായി. അതിന്റെ ടെൻഷൻ, അങ്ങനെ ഒരു സംഭവമായിരുന്നു അത്. അത് ഇത്ര വലിയൊരു സംഭവമായിട്ട് ഞാൻ വിചാരിച്ചില്ല നീ ഇവിടെ പറയണം. അല്ല, ഞാനതൊരു ഫണ്ണായിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ റീനെ വിട്ടിട്ട് എവിടെയും പോവില്ല. റീ എൻ്റെ അടുത്ത് സോറി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. റീ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറില്ലേ, നീ ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ, നീ വിട്ടിട്ട് പോവാന്ന്, കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ തമാശയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹെബ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഹെബക്ക് എന്തെങ്കിലും കുറവ് ഇപ്പം ഇതിൽ വന്നിട്ടുണ്ടായിട്ടുണ്ട്? ഹെബ പറഞ്ഞു, ഒരു സെക്കൻഡ് ഹെബ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഹെബൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഹെബ, ഇപ്പം നമ്മൾ 1 year ആയി നമ്മൾ അറിഞ്ഞിട്ട്, ലൈക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 5 months ആയിട്ട് നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ. ഈ 1 year ഹെബ പറഞ്ഞ എന്തെങ്കിലും കാര്യം നടക്കാത്തതായിട്ടുണ്ടോ ഹെബ? ഇല്ല റീ, ഞാൻ പറഞ്ഞത്
ഫ്യൂച്ചർ അത് ഞാൻ പറഞ്ഞു തരാം. അതിലെ സംഭവം എന്താണെന്നറിയാവോ? അത് പൊതുവെ പെണ്ണുങ്ങൾക്കുള്ള ഒരു ആഗ്രഹമാണ്. നമ്മളുടെ ഭർത്താവോ നമ്മളുടെ പാർട്ട്ണറോ നമ്മളൊരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ അവിടെ നിന്ന് അത് നേടിത്തരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പാർട്ട്ണറിൽ ഒരു എന്തോ ഒരു ഇത് അത് കുഴപ്പമില്ല. സ്വന്തം അച്ഛനും അമ്മയാണ്, അതൊക്കെ കറക്റ്റാണ്. റിവാസിന്റെ ഫാമിലിയാണ്, റിവാസിന്റെ എല്ലാം ആണ് അവരുടെ ഉള്ളതെല്ലാം അല്ലേ. പക്ഷേ നമ്മളൊരു ആസ് എ പാർട്ട്ണർ എനിക്കുള്ള പ്രശ്നമാണ് ഇത്. ഞാൻ പ്രേമിക്കുന്ന ആള് ഹാസ് ടു ബി ഇൻഡിപെൻഡന്റ്. അത് വേറെ ഒരിടത്തും പോയി ചോദിച്ചാൽ എനിക്കെന്തോ ഒരു പ്രശ്നം. ഹെബയ്ക്ക് വിഷമങ്ങൾ വരുമ്പോൾ, ഹെബയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ അത് റിവാസിൻ്റെ അടുത്ത് വന്ന് പറയാൻ തന്നെ ഹെബയ്ക്കൊരു ടെൻഷനാണ്. ബിക്കോസ് റിവാസിൻ്റെ അടുത്ത് അത് വന്ന് പറഞ്ഞാൽ റിവാസ് വീക്കായി പോവോ എന്നൊരു പേടി ഹെബയ്ക്കുണ്ട്. അപ്പോൾ എന്താ ഹെബ ചെയ്യുന്നത്? ഹെബ സ്വന്തമായിട്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കാൻ നോക്കും. അത് ഹെബയ്ക്ക് ചില സമയത്ത് സ്ട്രെസ്ഫുൾ ആവും. അപ്പോൾ ആ ഒരു അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അമ്മയ്ക്ക് അറിയാം എങ്ങനെയാണ് റിവാസ് എന്ന്. ഒരു ഓമനിച്ച് വളർത്തിയ മോനാണ്. അതെ, ഞാനല്ല കൂടുതൽ ഓമനിച്ചത്, അവന്റെ ഉപ്പയാണ്. ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. കാരണം ഇപ്പൊ ഹെബനെ പോലത്തെ ബോൾഡായ മരുമകളെ കിട്ടിയത് അവന്റെ ഭാഗ്യമാണ്. കാരണം അവന് ആരെടുത്തും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല. അത് എന്റെ മനസ്സാണ്. ഞാനും അങ്ങനെയാണ്. എനിക്ക് ആരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ്. ഉറപ്പായിട്ടും അങ്ങനെയാണ്. മറ്റൊരാളുടെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അത് നമ്മള് ഇപ്പം ഒരു രഞ്ജിനി അത്ര പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സെക്യൂരിറ്റി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, റിവാസിനെ കുറെ ചീത്ത പറഞ്ഞു. റിവാസ് തിരിച്ചൊന്നും പറഞ്ഞില്ല. അതിന് പാവം എന്നുള്ള അർത്ഥമല്ല, അതിനൊരു ബുദ്ധി എന്ന് പറയും. നമ്മൾ എന്തിനാ ഇതിനോടൊക്കെ ആ പുള്ളി വെള്ളം അടിച്ചിട്ട് നമ്മളെ നോക്കി പറഞ്ഞു ഇതൊരു പക്വതയാണ്. ഇതൊരു മനുഷ്യൻ പാവമായതുകൊണ്ടല്ല. നമ്മൾ ഇതിനെല്ലാം ഇപ്പം നമ്മൾ എത്രത്തോളം പോപ്പുലർ ആവുന്നോ അത്രത്തോളം ഇത് കേൾക്കാനുള്ള ബാധ്യത കൂടിക്കൊണ്ടിരിക്കും. നമ്മളൊരു സിനിമ ചെയ്താൽ ചിലപ്പോൾ ഹോട്ടലിരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് നമ്മളോട് അത് അങ്ങനെ ആയില്ല, നിങ്ങൾ ഇന്ന ചെയ്തത് നന്നായില്ല, അന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നന്നായില്ല പറഞ്ഞ് നമ്മളിതിനെല്ലാം ഉത്തരം പറയാൻ നിന്നാൽ അല്ലെ ഇതിനെല്ലാം പ്രതികരിച്ച് കാര്യം നടക്കൂല. അതൊരു പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ട്, പുള്ളി പറയണത് അല്ല ഞാൻ പറയുന്നതാണ് ശരി, പുള്ളി എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത് ഒരു പക്വതയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ അതിനോട് തിരിച്ച് പുള്ളിയോട് തർക്കിച്ച് പുള്ളിനെ ഇടിച്ച് അവിടെ എടുത്ത് കമത്തിയിട്ടുണ്ടെന്ന് ഒരു വിശേഷവും ഇല്ല. ഹെബ പറഞ്ഞു ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. ഹെബ എനിക്ക് വരുന്ന സേവിങ്സ് എല്ലാം ഹെബക്ക് അറിയാം, എൻ്റെ അക്കൗണ്ടിൽ എത്ര വരുന്നുണ്ടെന്ന് വരെ ഹെബക്ക് അറിയാം. കാരണം അത്രയും ഓപ്പൺ ആണ് നിൻ്റെ അടുത്ത്. ഓക്കെ, ദാറ്റ് ഇസ് ബിക്കോസ് ഞാൻ നിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് എൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഹെബ ഇങ്ങനെ ഒരു ടോപ്പിക് എന്നോട് എടുത്തിടാൻ പറ്റുന്നത്. ഇഫ് ഐ വാസ് നോട്ട് ഓപ്പൺ ടു യു ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വഴക്കിടാറ് അതിനല്ലേ, സാലറി ചോദിക്കാത്ത അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യും. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, കുറെ നല്ല ക്വാളിറ്റീസ് ആണ് പോരായ്മകളായിട്ട് പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. സത്യമായിട്ടും. പിന്നെ അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ ഫിനാൻഷ്യൽ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതൊരു ഇൻസെക്യൂർ ഫീൽ എനിക്കുണ്ട്. അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് വരുന്ന ഏർണിങ്സ് എല്ലാം ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കുറവ് വരുത്തിയിട്ടില്ല റീ. ഞാൻ പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ റീ ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. സാലറി ചോദിക്കാൻ മടി എന്ന് പറഞ്ഞ കാര്യം ഒന്ന് ക്ലിയർ ചെയ്താൽ ആ ഡൗട്ട് ക്ലിയർ ആവും. എന്താണ് മടി? അങ്ങനെ വല്ലതും ഉണ്ടോ? ദാറ്റ് ഇസ് ബിക്കോസ് ഇപ്പൊ നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ വി ഹാവ് എ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദം. അതെ. അപ്പൊ ഞാൻ ഇപ്പൊ കോവിഡ് ഒക്കെ വന്നതുകൊണ്ട്, കൊറോണ വന്നതുകൊണ്ട് ഫേം എല്ലാം കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്, ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കാരണം അവർക്ക് സ്ട്രെസ് കൊടുക്കണ്ട. ഇപ്പൊ അക്കൗണ്ട്സിലുള്ളവരായിക്കോട്ടെ, നമ്മൾ പോയി സാലറി ചോദിക്കുമ്പോൾ അവർ ഓൾറെഡി എന്തെങ്കിലും സ്ട്രെസ്സിലായിരിക്കാം. അപ്പൊ എൻ്റെ ഒരു പ്രോബ്ലം ഹെബ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രോബ്ലം. അത് വന്നത് ആ സാലറി ഇർവാസിന് കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ വേറെ വകയുള്ളത് കൊണ്ടല്ലേ? അതെ. അതില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമോ? അതില്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇല്ല, നമ്മളൊരു ഹസ്ബൻഡ് ആവുമ്പോ അതില്ലാന്ന് വിചാരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് മനസ്സിലായോ? അല്ലല്ല, അത് പറഞ്ഞ് സമ്മതിപ്പിച്ചാണ് റിയാസിനെ. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയല്ല. ശരി, അങ്ങനെയല്ല. നമ്മൾ അന്നേരം മുഴുവൻ ചോദിക്കില്ല, പകുതി ചോദിക്കും. ഒരാളെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ്. എനിക്ക് മുഴുവൻ സാലറി കിട്ടാണ്ട് നാളെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയും എനിക്ക് ഇന്ന പോലെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ഇച്ചിരി എന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെ എന്ന് പറയും. തീർച്ചയായും ഞാൻ സാലറിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് കോംപ്രമൈസ് ചെയ്ത കൊറോണയൊക്കെ വന്ന സമയത്തായിരിക്കും. ബിക്കോസ് നമുക്ക് മനസ്സിലാക്കാം അത്രയും അധികം ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ പറയും. അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരുടെ ഓണസ്റ്റ്ലി ജെന്യൂനിറ്റി കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ചായിരിക്കാം റിവാസ് റിയാക്ട് ചെയ്തത്. പക്ഷെ എന്നാലും ജോലി ചെയ്യുന്നത് ഒരു കാരണമുണ്ടല്ലോ, അതിനനുസരിച്ച് യു ഹാവ് ടു മേക്ക് എ ലിവിങ്. ഇതിലൊരു കംഫർട്ട് ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല റിവാസെ. പക്ഷേ ഇവളുടെ പെർസ്പെക്റ്റീവിൽ, ഹെബയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം അതെന്താ ചോദിക്കാത്ത, നമുക്കും ആവശ്യമുണ്ടല്ലോ, എന്തിനാ ഉപ്പേനെ ഉമ്മയുടെ അടുത്തും
അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു കാര്യമുണ്ട്, അത് മനസ്സിൽ വെച്ചാൽ മതി റിവാസ്. അത് മോളെ അറിഞ്ഞോണ്ട് കൊടുക്കുന്നതാണ്, അവൻ ചോദിക്കുന്നതല്ല. അതുമാണ് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ശരിക്കും. ഈ 5 മാസത്തിൽ ഇത്രയും കംപ്ലൈന്റ് വരാൻ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഐഡിയ ഇല്ല. ഒന്നുകൂടെ ഷോയില് വരുന്നുണ്ട്. ഇല്ല, പക്ഷേ വളരെ എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം എൻ്റെ പപ്പ റീനെ പോലെ ഭയങ്കര പാവമാണ്. അപ്പൊ ഉമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഒരു ബിസിനസ്സിലേക്കാണെങ്കിലും പപ്പനെ എത്തിക്കാൻ ഉമ്മയാണ് പുഷ് ചെയ്യുക. അവിടെ ചോദിക്കുക, ഇവിടെ ചോദിക്കുക, അവിടെ അപ്പൊ അതേ സാധനം സിറ്റുവേഷൻ എനിക്ക് വരരുതെന്ന് എനിക്ക് ഉള്ളിലുണ്ട്. ഹെബയ്ക്ക് ബേസിക്കലി സ്ട്രെസ് എടുക്കണ്ട, നീ സ്ട്രെസ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ സാലറി മര്യാദയ്ക്ക് ചോദിക്കണം, എന്നിട്ട് ഹെബയ്ക്ക് അടിച്ചു പൊളിച്ച് ട്രാവൽ അതിനുള്ള അത് പേടിക്കണ്ട, കാരണം ഇപ്പൊ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി ഇനി കൃത്യമായിട്ട് കൊടുത്തു. അതായത് എന്റെ ഭർത്താവ് ഒരു പാവമാണ്, എല്ലാരും കൂടെ എന്റെ ഭർത്താവിനെ പറ്റിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഞങ്ങൾ റെഡിയാക്കി തരാം. ഓക്കെ അല്ലേ? ഭർത്താവ് നല്ലതാന്നുള്ള റൗണ്ട് ഉണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മള് വെക്കൂല. ഇനി നമ്മളുടെ അമ്മമാരോട് ചോദിക്കാം. ഹെബ പറഞ്ഞത് സത്യമാണ്. എന്താന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും അല്ലെ ഏതൊരു ഭാര്യയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മോൻ നല്ല വിട്ടുവീഴ്ച മനോഭാവമുള്ള ഒരു മകനുമാണ്. അതുകൊണ്ട് രണ്ടുപേരുടെയും നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അതിന് വേണ്ട മോട്ടിവേഷൻ നല്ലൊരു അമ്മയാണ് കൂടെ. അമ്മയോട് ചോദിച്ചാൽ എല്ലാം അമ്മ പറഞ്ഞു തരും. ഇതിലും ഭംഗിയായിട്ട് ജീവിച്ചു പോവാം. താങ്ക് യു. ഹെബ പറഞ്ഞു ഈ റിവാസ് വെറും പാവം എന്ന് പറഞ്ഞു, എല്ലാരും മുതലെടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാരാണ് മുതലെടുത്തത്? ഹെബ. അവിടെ ഇരുന്ന് ഒരു അട്ടഹാസം നോക്കാം. അവിടെ അടുത്ത പാവത്താൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ചില ആൾക്കാർ വാടകയ്ക്ക് താമസിക്കാൻ പറ്റും. ഈ വാടകയ്ക്ക് താമസിക്കുന്ന 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവരെ കാണുമ്പോൾ ഇവര് പറയും, നമുക്ക് ഇതിന്റെ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ട് മതിലടിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒക്കെ ഒന്ന് ശരിയാക്കാം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരിടത്ത് ചെന്നപ്പോ അപ്പം ഈ പുള്ളിയിലേക്ക് ഹെബയുടേതായ ചില കോൺട്രിബ്യൂഷൻസും കൂടെ വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെയാണ്, ഇനി ഞാൻ വന്നിട്ട് വേണം ഇത്രയും കൂടെ ഒന്ന് ശരിയാക്കാൻ. ബാക്കിയൊക്കെ ഓക്കെയാണ്, ഇതും കൂടെ ഇനി ഞാനൊന്ന് ശരിയാക്കിയിട്ട് വേണം മൊത്തത്തിൽ ശരിയാവാൻ എന്നുള്ളൊരു ചെറിയ സാധനം അതൊക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെയല്ലേ വിവാഹ ജീവിതം? അത് സ്വന്തമാക്കലാണ്. രണ്ടുപേരും കൂടെ വന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക്. അത് നിങ്ങൾ ചുരിദാർ മേടിക്കുന്ന പോലെ എത്ര അളവുള്ളത് മേടിച്ചാലും ഒന്ന് നിങ്ങൾ ഷേപ്പ് ചെയ്യും നിങ്ങളുടെ ആക്കാൻ വേണ്ടിയിട്ട്. ആ ഷേപ്പ് ചെയ്തോണ്ടിരിക്കുക പുള്ളിക്കാരൻ. ഒരു കുഴപ്പമില്ല, ഷേപ്പ് നല്ലോണം അവനോട് ഇട്ടോണ്ട് നടക്കാവുന്നതല്ലേ. തിരിച്ചു ഷേപ്പ് ചെയ്തോ? രണ്ടുപേരും കൂടെ ഷേപ്പ് ഇല്ലാതാക്കരുത്. എന്തായാലും ഈ ചർച്ച കുറച്ചുകൂടെ നീളും എനിക്കറിയാം. അപ്പൊ ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യം, ഈ അച്ഛൻ്റെ അപ്പൻ്റെ പൈസ മേടിക്കും, ഉപ്പയുടെ പൈസ മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മുകേഷ് അംബാനി, അനിൽ അംബാനിയുടെ മക്കളൊക്കെ അല്ല നമ്മുടെ ഒരു വാർക്കപ്പണിക്ക് വരണ്ടേ, അവരൊക്കെ അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ലൈഫ് ലോങ് അങ്ങ് ഇടയ്ക്ക് മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അല്ലേ ഈ മനുഷ്യൻ എന്റെ ഭർത്താവിനെ കേടുവരുത്തു. ഞാൻ ഒരു വിധത്തിൽ നന്നാക്കി. പിഷു, എനിക്ക് ഇപ്പൊ ചിരിച്ചപ്പോൾ ആലോചിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇല്ലേ, ഈ ഇവരുടെ ഫേവറേറ്റ് കപ്പിളും അത്ര ഫേവറേറ്റ് അല്ലാത്ത കപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംഭവം. ആ റൗണ്ടിന് ശരിക്കും ഇതിൽ പേരില്ല. ഇല്ല, പേരിടുവോ? ഒരു പേരിട്ടോട്ടെ, കുത്തിത്തിരിപ്പ്. അപ്പൊ നമ്മുടെ കുത്തിത്തിരിപ്പ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആരാണ് ഇന്ന് കുത്തിത്തിരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആരെ കുറിച്ചൊക്കെയാണെന്നും കേൾക്കാം. പണിപാളി അതിനകത്ത് വീക്കായിട്ടായിരുന്നു. എനിക്ക് എല്ലാം നല്ല കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയിരിക്കണേ. തുടക്കമാണ് അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. അല്ല, കഴിഞ്ഞ സെറ്റിൽമെന്റിനെ വെച്ച് കൺഫെക്ഷനുമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട ശ്രീകാന്തിന്റെ കൺഫെക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായി. വേറെ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഫസ്റ്റ് ഒരു റൗണ്ട് പോകുമ്പോഴത്തേക്കും ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അങ്ങനെയാണ്. ഷെർജക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാം, തുറന്ന്. അല്ല, പറയാമല്ലോ, തുറന്നു പറയാം അഭിപ്രായം. ഞാൻ എൻ്റെ ഓപ്പണായിട്ട് പറഞ്ഞാണ്ടോ, എനിക്ക് ഇതില്ല, തുറന്നു പറയാം. എല്ലാരും കട്ടക്കട്ടക്ക് നിപ്പില്ലേ, എല്ലാരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ ഒരു വിലയിരുത്താനുള്ള സംഭവം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഞങ്ങൾക്ക് ഇത് പറയാം. ശ്രീകാന്തിന്റെ കൺവെൻഷൻ വേറെ ആയിരുന്നു. അതേസമയം റോഷനൊക്കെ നല്ല കണ്ടസ്റ്റന്റാ.
പക്ഷെ അവരുടെ ഒരു കൺഫെഷൻ വേറെ ആയിരുന്നു. രണ്ടും അതിന് ഡിഫറെൻ്റ് ആയിരുന്നു. ഈ രണ്ട് കൂട്ടരൊക്കെ തന്നെ അവിടെ നമ്മളുടെ ഇതിനകത്തൊക്കെ സർവൈവർ ടാസ്കിനൊക്കെ വിൻ ചെയ്ത ആൾക്കാരുമാണ്. മനസ്സിലായോ? റോഷനോ? റോഷൻ എവിടാ? ഏത് ഔട്ട്ഡോറാ? ഔട്ട്ഡോർ കിഷോർ ഡോക്ടർ. അല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാവർക്കും തന്നെ ഉണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ. കഴിഞ്ഞ ഇതിലാണേലും നമ്മൾക്ക് എന്താണ് തരുന്നത്, ഔട്ട്ഡോർ ടാസ്ക് അല്ലെങ്കിൽ ഫ്ലോറിലെ ടാസ്ക് ഒക്കെ ആണെങ്കിലും എന്താണ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും ആർക്കും അറിയില്ല. അറിയാതെയാണ് വരുന്നതെങ്കിലും മാക്സിമം ഔട്ട്പുട്ട് പുറത്തേക്ക് എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ എന്ന് പറയാൻ എനിക്ക് വിനു, കീർത്തി ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. എൻ്റെ തോന്നലാണ് കേട്ടോ, തെറ്റാകാം ശരിയാകാം. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. പിന്നെ ഇത്തിരി വീക്കായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തോന്നണം. വേറെ ആള് പറയാനില്ല എനിക്ക്. മതി എന്നും കുട്ടിയുടെ മുഖത്ത് ഇമ്മളേച്ചത് കണ്ടാ മതി. അത് മാഷ് ദേഷ്യപ്പെട്ടപ്പോ അറിയാതെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? നമ്മൾ ഓരോ കണ്ടസ്റ്റന്റിനെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരും എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ആരെയും അങ്ങനെ പറയാൻ കിട്ടണില്ല. ഗിരീഷ്, രമ്യ, പിന്നെ അതല്ല ഗിരീഷിന്റെ ഒക്കെ അമ്മയാണ് ഇന്ന് ഡാൻസ് കളിക്കണ. MGR ಪಾತ್ರಕ್ಕೆ, ಶಿವಾಜಿಯ ಪಾತ್ರಕ್ಕೆ, ರಜನಿಯ ಪಾತ್ರಕ್ಕೆ, ಕಮಲ ಪಾತ್ರಕ್ಕೆ ഉന്ന മാതിരി ഒരു നടികനെ പാത്തതേ ഇല്ലടാ. അടിപൊളിയായിട്ട് തിരുവാതിരക്കല്ലേ നല്ല അവർ പണ്ട് തൊട്ടേ കുഞ്ഞുനാൾ തൊട്ടേ പെർഫോം ചെയ്യുന്നുണ്ട്. അലി എവിടെ പോകുന്നു? ഗിരീഷിനും അതേപോലെ ചെണ്ടയുടെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. മറ്റുള്ള സംഭവങ്ങളിലേക്ക് അവരുടെ കൺഫെക്ഷൻ. പിന്നെ ഇപ്പഴത്തേക്ക് വന്നാൽ കിഷോർ കൊറേ നേരമായി. എന്റെ അമ്മേ, അതെന്തായിരുന്നു? വിധേയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാ കാണുന്നത്. 1 മണിക്കൂറാണ് എടുത്തത് അവരുടെ ഈ ചോദ്യം ചോദിച്ചപ്പം അവർ ഉത്തരം പറയാൻ. അത് നൃത്തം കണ്ടില്ലേ, മനോഹരമായിരുന്നു. ഷെർജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതെ, ഫുൾ ടൈം നോൺ സ്റ്റോപ്പ് ആയിട്ടിരിക്കുന്നത്. ഇല്ല, നമ്മുടെ ക്യാമറ ക്രൂവിന്റെ ഒരു അവസ്ഥയായിരുന്നു അവര് കാണിച്ചത്. ഓരോ കമന്റും കേട്ട് അവരിവിടെ ഐസായിട്ട് പെട്ടു. എന്തിനാ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്? പുള്ളി 12 പേരുടെയും പേര് പറഞ്ഞു. എല്ലാരും ശരി, അവിടെ ഇപ്പൊ പറ ഇതിൽ ആരാ വീക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു കണ്ടസ്റ്റന്റ് അവലോകനം അവലോകനൊന്നും അല്ല ചോദിച്ചത്. അത് പറഞ്ഞല്ലോ, ഞങ്ങള് തന്നെയായിരുന്നു. അല്ല, വിനയം വേണ്ട, വിനയം വേണ്ട. എന്നാ വീക്കാണ്, നിങ്ങൾ ഔട്ടായി പോകോ. കാര്യത്തിലേക്ക് അടുക്കുമ്പോ എല്ലാത്തിനും ആരാണ് വീക്ക്? പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ആരാ പറഞ്ഞത്? അനൂപ്. അനൂപേ, അനൂപ് ഒന്നും പറയാതിരിക്കണം പ്ലീസ്. വീക്ക് എന്നല്ല എന്ന് പറഞ്ഞാലും ഈ ഇതുവരെ കൊള്ളില്ലാത്തത്, ജയിക്കാൻ സാധ്യതയില്ലാത്തതും അടുത്ത എലിമിനേഷൻ ഔട്ടാവാൻ സാധ്യതയുള്ളതുമായ ടീം ആരാണ്? കുത്തിത്തിരിപ്പ്. ഇല്ല, ഇതിനകത്ത് നമുക്ക് മറ്റേ ഇതിനി വേണ്ട, അത് ഞങ്ങൾ കുറെ കണ്ടു. ഒറ്റ ഉത്തരം എന്റെ അമ്മേ, ഇത് അന്നങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. അപ്പൊ താടി ചൊറിഞ്ഞ് 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 ഇനി ആ ഹെബെ റിവേഴ്സിന് എന്ത് ഫീൽ ആവും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞതിൽ? അത് ആലോചിക്കണം സജി. വളരെ മോശമായി സജി, വളരെ മോശമായി. അതെ, വളരെ മോശം. കാരണം സജി ഇച്ചിരി ഡാൻസ് അറിയാവുന്ന ആളാണ്. സജി നോക്കിയപ്പോ റിവാസ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ സാധനം വെച്ചിട്ടുള്ള ഈഗോ വർക്ക്ഔട്ട് ചെയ്തു. റിവാസിന് മാത്രമല്ല, ഹെബയ്ക്ക് നല്ല ഡാൻസ് അറിയാന്ന് പറയുന്നുണ്ട്. അത് വെച്ച് വർക്ക് ചെയ്ത് അതൊക്കെ വളരെ മോശമല്ലേ റിവാസ്? ശരിക്കും കുത്തിത്തിരിപ്പാ. ഇനി നമ്മള് കുത്തിത്തിരിച്ചു എന്ന് പറയുന്നതിലൊന്നും അല്ല, അങ്ങനെ പറയരുതായിരുന്നു. വെരി സാഡ്. ഒന്നുമില്ലെങ്കിൽ ആ ഇന്നസെന്റ് ആയുള്ള മുഖം കണ്ടിട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ.
ഡോക്ടറിനെ ശബ്ദം ചെയ്യുമെന്ന് പറയുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട്. ആ അമലെ അതെ ഞാൻ അവിടെ വന്ന് അവിടെ വന്ന് ചെയ്തോ? എവിടെ വേണേലും പോയി ചെയ്തോ. അവൻ ആ ചാൻസ് കളയൂല. വെക്കോ നീ പൊളിക്കടാ മോനെ. അങ്ങനെ എക്സാക്ട് ശബ്ദം ഒന്നും അല്ല കേട്ടോ. കേക്കട്ടെ. എന്നാലും പുള്ളി സംസാരിക്കുമ്പോ രഞ്ജിനി ചേച്ചിനോട് ഇപ്പുറത്ത് ശരി ഞാനിവിടെ നിൽക്കാം. ഒരു സാധനമുണ്ട് പുള്ളീൻ്റെ കാണിച്ചു തരാം. ഞാന് ഡോക്ടർ സോണികേനോട് പറയാമോ? കൊറേ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. പുള്ളീന്റെ മെയിൻ സാധനം ഇതാണ്. ഇങ്ങനെ ഒരു വരവുണ്ട്. ചേച്ചി എന്നീ ചോദിക്കുമ്പോ നോക്കിയാൽ മതി. ചോദിക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുന്നതായിരിക്കും. ഇനി അത് മറന്നു പോയിട്ട് ചെയ്യരുത് കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മളുടെ മറ്റൊരു അടിപൊളി എന്റർടൈനിങ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾ എല്ലാവരും ഓർക്കാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കണ്ടസ്റ്റന്റ് കപ്പിൾ കുറച്ച് ഒന്ന് സീരിയസ്നെസ് ലാക്കായി പോയോ ഒരു മത്സരത്തിലെന്ന് തോന്നി. നിങ്ങൾക്ക് ആർക്കും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഈ ഒരു മത്സരമാണെന്ന് മറക്കരുത്. ഇതിൻ്റെ ഉദ്ദേശം 12 ദമ്പതിമാരാണ് തുടക്കത്തിൽ. അവസാനം ഒരു ദമ്പതിയെ ജയിക്കുള്ളൂ അല്ലേ, ഒരു മത്സരം അല്ലേ. ആ ദമ്പതിയെ തേടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. എല്ലാവരുടെ കൂടെയും ഒരു ഹാപ്പി ജേർണിയാണ്, എൻജോയ്മെന്റ് ആണ്. പക്ഷേ ഇറ്റ്സ് ഓൾസോ കോമ്പറ്റീഷൻ. കൂൾ. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പിഷു പാക്കലാം അഗലെ എപ്പിസോഡ് മേ. അമ്മമാർ ടാറ്റ, ഹസ്ബൻഡ്സ് ബൈ.